ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി MVD തയ്യാറാക്കിയ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. വലതു നിന്നും ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. വലതു നിന്നും ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: വലതു നിന്നും ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. T പോയിന്റിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വലതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇടതു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: T പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചിഹ്നം നോക്കാം. വലതു നിന്നും ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. അടയാളം മാറ്റൽ: വലതു നിന്നും ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: അടയാളം മാറ്റൽ. അടുത്തത് നോക്കാം. അടയാളം മാറ്റൽ: ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇടതു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും അഭ്യർത്ഥിക്കുന്നു. T പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ആൻസർ: T പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. ഇടതു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും അഭ്യർത്ഥിക്കുന്നു. വലതു നിന്നും ഇടതു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ആൻസർ: ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. അമിത വേഗമോ അപകടകരമായതോ ആയ ഡ്രൈവിംഗ്. അധികാരികൾക്കുള്ള കർശനമായ മുന്നറിയിപ്പ് ആകർഷിക്കുന്നു. കുറ്റവും ശിക്ഷാർഹവുമാണ്. മറ്റ് റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുക. കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. ആൻസർ: കുറ്റവും ശിക്ഷാർഹവുമാണ്. ക്ലച്ച് റൈഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇടയ്ക്കിടെ ക്ലച്ച് ഉപയോഗിക്കുന്നത്. ക്ലച്ച് പെഡലിൽ കാൽവെച്ച് വാഹനം ഓടിക്കുന്നത്. ക്ലച്ച് ഒട്ടും ഉപയോഗിക്കുന്നില്ല. ക്ലച്ച് എല്ലായ്പ്പോഴും വിച്ഛേദിക്കുന്നു. ആൻസർ: ക്ലച്ച് പെഡലിൽ കാൽവെച്ച് വാഹനം ഓടിക്കുന്നത്. വാഹനം നിർത്താനുള്ള സുരക്ഷിതമായ മാർഗം എന്ത്? ക്ലച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. ഒരേ സമയം ക്ലച്ചും ബ്രേക്കും അമർത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ: ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ. ബ്രേക്കിനൊപ്പം ടോപ്പ് ഗിയർ ഉപയോഗിക്കുക. ഒരേ സമയം ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുക. ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ ഉപയോഗിക്കുക. ആൻസർ വരുന്നത് ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ. രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറിലായാൽ നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. പാർക്ക് ലൈറ്റ് ഓണാക്കുക. നിർത്തി ചുവന്ന ലൈറ്റ് ഓണാക്കുക. നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. ബ്രേക്ക് ലൈറ്റ് ഓണാക്കുക. നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. ആൻസർ വരുന്നത് നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. ഒരു പശു കുറുകെ നിൽക്കുമ്പോൾ റോഡിൽ നിന്നും മാറുന്നതുവരെ കാത്തിരിക്കുക. പശുവിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുക. പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോകുക. ഇടത് വശത്ത് കൂടി കടന്നു പോകുക. ആൻസർ വരുന്നത് പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോകുക. ഒരു സ്വകാര്യ മോട്ടോർ കാറിൽ ഒലീവ് ഗ്രീൻ പെയിന്റ് ചെയ്യുന്നത് അനുവദനീയമല്ല. അനുവദനീയമാണ്. പ്രത്യേക അനുമതി ആവശ്യമാണ്. മോട്ടോർ സൈക്കിളിന് മാത്രം അനുവദനീയമാണ്. ആൻസർ: അനുവദനീയമല്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇത് കൂടുതൽ സുരക്ഷിതമാണ്. ഏത്? ഇൻഡിക്കേറ്ററുകൾ മാത്രം ഉപയോഗിക്കുക. ഹാൻഡ് സിഗ്നൽ മാത്രം കാണിക്കുക. ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലുകളും ഉപയോഗിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് മാത്രമേ ഹാൻഡ് സിഗ്നൽ ആവശ്യമുള്ളൂ. ആൻസർ വരുന്നത് ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലുകളും ഉപയോഗിക്കുക. ഒരു ഡ്രൈവർ വൺ വേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സൈൻ ബോർഡ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ദിശയിൽ മാത്രം ഓടിക്കാം. അടിയന്തര സാഹചര്യങ്ങൾ എതിർദിശയിൽ ഓടിക്കാം. ഞായറാഴ്ചകളിൽ 2 ദിശയിലേക്കും ഓടിക്കാം. വൺ വേയിൽ വാഹനം ഓടിക്കാൻ അനുവാദമില്ല. ആൻസർ വരുന്നത് സൈൻ ബോർഡ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ദിശയിൽ മാത്രം ഓടിക്കാം. മഴക്കാലത്ത് പകൽ സമയത്ത് കാഴ്ച തീരെ കുറയുമ്പോൾ ഡ്രൈവർ എന്തു ചെയ്യണം? വാഹനം നിർത്തുക. വൈപ്പർ ബ്ലേഡുകൾ പഴയതല്ലെന്ന് ഉറപ്പാക്കുക. വിൻസ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വാഷർ ഉപയോഗിക്കുക. വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ആൻസർ:
വാഹനത്തിന്റെ വേഗത കുറിച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. 2 ദിശയിലേക്കും വാഹനങ്ങൾ പോകുന്ന റോഡിൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉചിതമായ റോഡ് അടയാളങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രൈവർ തന്റെ വാഹനം ഡാഷ് വശത്തുകൂടി വേണം ഓടിക്കാൻ. ഇടത്, വലത്, മധ്യഭാഗം, ഡയഗണൽ. ആൻസർ വരുന്നത് ഇടത്. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. പക്ഷേ ഇവിടെ ചിത്രം കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ചോദ്യം സ്കിപ്പ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലും ചിത്രം കാണുന്നില്ല. ഞാനൊരു ആൻസർ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ ചോദ്യവും ഈ ചോദ്യവും രണ്ടും ശരിയായി. എങ്കിലും നമുക്ക് ഈ ചോദ്യം സ്കിപ്പ് ചെയ്യാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ വായിക്കാം. നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ആൻസർ വരുന്നത് വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത ചിത്രം നോക്കാം. പിന്നാലെ വരുന്ന വാഹനം നിർത്താൻ അപേക്ഷ. വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ആൻസർ വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഈ ലെവലും നമ്മൾ പാസ്സായിരിക്കുകയാണ്. അടുത്തത് ലെവൽ 6ലേക്കാണ് പോകേണ്ടത്.